അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ വിഷയമാണ് സംസാരിച്ചത്. കർണാടകയിൽ ദസറ ആഘോഷങ്ങൾക്ക് വിളക്ക് കൊളുത്തുന്നത് ബാനു മുഷ്താഖ് എന്ന് പറയുന്ന ഇതരം മതസ്ഥയായ വനിതയാണ്. അവിടെ വിഗ്രഹാരാധന ഹറാമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. അതെന്തുമാകട്ടെ, ഒരുപക്ഷെ ബാനു മുഷ്താഖിന് അത്തരത്തിൽ വിശ്വാസമില്ലായിരിക്കും, പക്ഷേ അവർക്ക് വളരെ കൃത്യമായി വിശ്വാസിയാണ് എന്ന് അവർ പലയിടത്തും പറഞ്ഞ ഒരു ചരിത്രവുമുണ്ട്. അപ്പോൾ ഈ ദസറ ആഘോഷം മതേതരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം കർണാടകയിൽ നടക്കുകയാണ്. ശ്രീ VP ശ്രീപത്മനാഭൻ. ഹലോ അത് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇത് കൃത്യമായ രാഷ്ട്രീയം വെച്ചിട്ടുള്ള കളിയാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം, തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ സമ്മതിക്കില്ല, ദ്രാവിഡ സംസ്കാരം, തമിഴ് മാത്രം മതി. ഈ സ്റ്റാലിന്റെ മകനുണ്ടല്ലോ, ഉദയനിധി സ്റ്റാലിൻ മന്ത്രി, അയാളുടെ മകൻ ഇംഗ്ലണ്ടിൽ പഠിക്കുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞെന്താ, അയാൾ ഇന്റർവ്യൂ ചെയ്ത യൂട്യൂബ് വീഡിയോ എന്റെ അടുത്തുണ്ട്. പയ്യെ ലണ്ടനിൽ പഠിക്കവേ. ഇനി രണ്ടാമതൊരാള് നമ്മളെ കനിമൊഴിയുടെ മകൻ സിംഗപ്പൂർ പൗരത്വം സ്വീകരിച്ചു. സിംഗപ്പൂർ പൗരത്വം. അപ്പൊ ഇവർക്കൊക്കെ വലിയ വിദ്യാഭ്യാസം നേടാം വിദേശ സർവകലാശാലയിൽ പോയിട്ട്. എന്നിട്ട് ഇംഗ്ലീഷും ജർമ്മനിയും ചൈനീസൊക്കെ പഠിക്കാം. എന്നാൽ തമിഴ്നാട്ടിലെ കൃഷിക്കാരന്റെ കൂലിപ്പണിക്കാരന്റെ മക്കള് തമിഴ് മാത്രം പഠിച്ച് കാലാകാല കൂലിപ്പണി എടുത്ത് ജീവിക്കാൻ മതി. ഇതാണ് ഇവരുടെയൊക്കെ ദുരുദ്ദേശം. ഈ സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ, DMK എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടിയാണ്. ഇതന്നെയാണ് കർണാടകയിലെ സ്ഥിതി. ഈ മൈസൂരിൽ ഗവൺമെന്റ് ഭൂമി തട്ടിയെടുത്ത് കൃത്രിമ രേഖയുണ്ടാക്കി ഭാര്യയുടെയോ അനിയന്റെയോ പേരിലാക്കി അതേ ഭൂമി ഗവൺമെന്റിനെ കൊണ്ട് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം വാങ്ങിച്ച് ഏറ്റെടുപ്പിച്ചു, അക്വറിയിപ്പിച്ചു. ആ കേസിൽ പ്രതിയാണ് സിദ്ധരാമയ്യ. ഇയാളും ഇങ്ങനത്തെ ആളുകൾ നടത്തുന്ന മൂന്നാം ഘട പ്രീണന രാഷ്ട്രീയം മാത്രമാണ് ഇത്. ഞാനതാ പറഞ്ഞത്, കേവലം പ്രീണന രാഷ്ട്രീയമാണ്. ആരുടെ? അഴിമതിയിൽ മുങ്ങിക്കുളിച്ച രാഷ്ട്രീയക്കാരുടെ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച രാഷ്ട്രീയക്കാരുടെ മൂന്നാം ഘട രാഷ്ട്രീയ പ്രീണനം മാത്രമാണ്. ഈ സിദ്ധരാമയ്യ ആവട്ടെ, സ്റ്റാലിൻ ആവട്ടെ, മൂക്കറ്റം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവരാണ്. ഇവർക്കൊക്കെ വിദേശത്തും സ്വദേശത്തും ഒക്കെ കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ട്. സിദ്ധരാമയ്യയുടെ മൂത്ത മകൻ എങ്ങനെയാ മരിച്ചത്? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഒക്കെ മതത്തിന്റെ പേരിൽ ചെറിയ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്ത് തട്ടിപ്പീസാക്കുകയാണ്. സ്റ്റാലിൻ അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം നിശ്ചയിക്കാൻ സാധിക്കുമോ? ഏപ്രിൽ മെയ് മാസത്തിൽ ഇലക്ഷൻ അല്ലേ? ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചുകൂടെ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസും അതുപോലെ തന്നെ അവരുടെ മുന്നണിയും ഇപ്പോൾ തട്ടിപ്പ് രാഷ്ട്രീയമാണ്. ഇപ്പൊ ഒരു വിദ്വാൻ വോട്ട് തട്ടിയെടുത്തിട്ടാണ് BJP ജയിച്ചത്. ഇങ്ങനത്തെ, അതായത് കൈയക്ഷരം നന്നാവാത്തതിന് പെണ്ണിനെ കുറ്റം പറയാ, പേനയെ കുറ്റം പറയാ. ഇതാണ് ഇവരുടെയൊക്കെ നയം. ഇതൊക്കെ പൊളിഞ്ഞ് പാളിസാവും. ഈ രാജ്യത്തെ ജനങ്ങൾ ഇതൊക്കെ കുറെ കണ്ടത്. ഹിന്ദി വിരോധമൊന്നും ഇനി ചെലവാക്കാൻ പോകുന്നില്ല. ഈ സ്റ്റാലിന്റെ കുടുംബം നടത്തുന്ന ഡസൻ കണക്കിന് സ്കൂളുകളുണ്ട് തമിഴ്നാട്ടില്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. CBSE സിലബസിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് സ്റ്റാലിന്റെ കുടുംബം നടത്തുന്ന ചെന്നൈയിൽ നഗരത്തിൽ ഉൾപ്പെടെയുള്ള ഡസൻ കണക്കിന് സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ആലോചിച്ച് നോക്കണം. ഇവരാണ് തമിഴിനെ സ്നേഹിക്കുന്നത്. തട്ടിപ്പാണ്. നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഉടായ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കണ്ട് നമ്മളാരും കഞ്ഞി മണഞ്ഞളിക്കേണ്ട. ഇലക്ഷൻ വരാൻ പോവാണ്, അതിനു വേണ്ടിയുള്ള അഭ്യാസമാണ്. ഇതൊക്കെ ആ നിലവാരത്തിൽ മൂന്നാം ഘട രാഷ്ട്രീയക്കാരന്റെ ഒരു തെരഞ്ഞെടുപ്പ് അഭ്യാസം മാത്രമായി കണ്ടാൽ മതി.